നമ്മൾ ഇനി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടെയും തിരഞ്ഞെടുപ്പിന്റെ കളം ഒരുങ്ങി കഴിഞ്ഞു. ആ ചൂട് പിടിച്ചു തുടങ്ങി. എന്തായാലും തമിഴ്നാട്ടിൽ നാളെ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് നാളെ ചെന്നൈയിൽ പ്രചരണം നടത്തും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് വില്ലിവാക്കത്താണ് ആദ്യ പരിപാടി ഉള്ളത്. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ചെന്നൈയിൽ നാളെ വിജയ് എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരുക്കങ്ങൾ എന്തായി, ഒപ്പം തന്നെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായി എന്നതാണ് ആദ്യം അറിയേണ്ടത്. അനൂപ് രചന, അതായത് വില്ലിവാക്കത്ത് മാർച്ച് 30-ന് വിജയുടെ പ്രചരണം തീരുമാനിച്ചതായിരുന്നു. ഇവിടെ സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിലാണ് വിജയ് ആ പരിപാടി റദ്ദാക്കുകയും അതിനുശേഷം മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടാണ് 3 ഇടങ്ങളിൽ നാളെ വിജയ് പ്രചാരണം നടത്തുമെന്നുള്ളതാണ് നമുക്ക് ഈ നിലവിൽ ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത്. അത് ഒന്ന് വില്ലിവാക്കത്താണ്. വില്ലിവാക്കത്ത് 12 മണിക്കാണ് പരിപാടിക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം അണ്ണാനഗറിൽ പ്രചാരണം ഉണ്ടാവും. അതിനുശേഷം ഈ പറഞ്ഞ ടി നഗറിലും, അങ്ങനെ 3 ഇടങ്ങളിലാണ് നിലവിൽ പ്രചാരണം നടത്തുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരമ്പൂരിൽ മാർച്ച് 30-ന് പെരമ്പൂരിൽ പത്രിക നൽകിയതിനു ശേഷം വിജയ് നടത്തിയ പ്രചാരണത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൊളത്തൂരിൽ നടത്തിയ പരിപാടിയിൽ അധികം ആളുകൾ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് കേസെടുക്കുന്ന ഒരു നില വരെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വെല്ലിവാക്കം മുതൽ ടി നഗർ വരെയുള്ള ഒരു ഭാഗം, അണ്ണാനഗർ ഉൾപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടൗണിന്റെ തന്നെ, ചെന്നൈ നഗരത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഖലയിലൊക്കെ നാളെ രാവിലെ മുതൽ തന്നെ ആളുകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ വലിയ ആളുകൾ വരുമ്പോൾ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനപ്പെട്ട പാതയിൽ തന്നെയാണ് ഈ പറഞ്ഞ ഇടങ്ങളൊക്കെ ഉള്ളത്. വില്ലിവാക്കമാണെങ്കിലും ശരി, അണ്ണാനഗർ ആണെങ്കിലും ഈ പറഞ്ഞ ടി നഗർ ആണെങ്കിലും ഒക്കെ, ടി നഗറൊക്കെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പെരമ്പൂരാണെങ്കിൽ പെരമ്പൂരിലെ 3 ഇടങ്ങളിലും കുളത്തൂരുമൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ട് പോലുമാണ് സുരക്ഷ ഇല്ല എന്ന രീതിയിലുള്ള ഒരു ആരോപണം ടിവിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുതുച്ചേരിയിലും സമാനമായ രീതിയിലുള്ള വലിയ തോതിലുള്ള ആളുകൾ വിജയുടെ റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നാളെ ഇപ്പോൾ 12 മണിയോടുകൂടിയാണ് വിജയ് വില്ലിവാക്കത്ത് എത്തുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. 10 മുതൽ 1 മണി വരെയാണ് ഒരു സമയം വില്ലിവാക്കത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് 12 മണിയോടുകൂടി വിജയ് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷം അണ്ണാനഗർ ആയിരിക്കും, അതിനുശേഷമായിരിക്കും ടി നഗർ. ഈ പറഞ്ഞ ടിവിക്കയുടെ ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറി ആദവർജുന് മത്സരിക്കുന്നതാണ് വില്ലിവാക്കത്ത്. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ ആനന്ദ് മത്സരിക്കുന്നതാണ് ടി നഗർ. അപ്പോൾ അവിടങ്ങളിലൊക്കെ വിജയ് നേരിട്ട് എത്തി തന്നെ നാളെ പ്രചാരണം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 10 മുതൽ 1 മണി വരെയാണ് വില്ലിവാക്കത്തെ സമയം. അതിനുശേഷമായിരിക്കും അണ്ണാനഗറിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടി നഗറിലേക്കും വിജയ് പോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.